നല്ല അടിപൊളി ബട്ടർ പുഡിങ്. അപ്പോൾ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? പോയോ? അതിനായിട്ടേ ഞാൻ ഒരു 8 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിന് 4 വശങ്ങളും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് അവിടെ മാറ്റി വെച്ചേക്കാം. എന്നിട്ട് ഇതേപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിൽ കുറച്ച് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലാണ് ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ ഇത് കട്ടല്ലാതെ നല്ല രീതിയിലാണ് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലൊരു ബൗൾ എടുത്ത് അതിലേക്ക് ചൈന ഗ്രാസ് എടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കുതിർത്തി കൊടുക്കാം. ഇതുപോലൊരു പാത്രം എടുത്തിട്ട് അതിലെ കുറച്ച് പാലെടുത്തിട്ട് ഒരു പീസ് ബട്ടർ ആയി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മെൽറ്റ് ആവണ വരെ നല്ല രീതിയിൽ ഇതേപോലെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. അത് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കും. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചൈന ഗ്രാസ് ആയി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മളെ മധുരത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കസ്റ്റാർഡ് മിൽക്ക് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ടീ ഒന്നേ നമുക്ക് കൂട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ നല്ല രീതിയിൽ കുറുകി വരുന്നവരെ നല്ല രീതിയിലാണ് ഇളക്കി കൊടുക്കാം. കുറുകി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബ്രെഡ് മൊത്തമായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ഒരു കുറച്ച് കുറച്ചായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ അതും അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് ഇട്ടെടുക്കാം. ഇതേപോലെ ഒന്ന് മുക്കി കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. എന്നിട്ട് അതൊന്ന് ചൂടാറി വന്നതിന് ശേഷം ഇതേപോലെ മിക്സിയിൽ ഒഴിച്ച് അതൊന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇതേപോലെ അടിച്ച് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ ഒരു പാത്രം എടുത്ത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളെ കയ്യിലുള്ള നെറ്റ്സ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞങ്ങളിവിടെ ഇപ്പോൾ ബദാമാണ് എടുത്തിരിക്കും. നമ്മളെ കയ്യിൽ എന്ത് നെറ്റ്സ് ആണോ അത് വെച്ചിട്ടൊന്ന് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ശേഷം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുഡിങ് റെഡി. എങ്ങനെയുണ്ട്? സംഭവം ഉഷാറല്ലേ? നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.